Hello, guys. This video is for all the beautiful pregnant ladies out there. When you're happy, your baby is happy. So, let's try to be happy. ഡോക്ടേഴ്സ് എപ്പോഴും പ്രഗ്നൻസി ടൈമിൽ ഇഫ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ മൈൽഡ് എക്സസൈസസ് ചെയ്യാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ട്രൈ ചെയ്യാൻ നമുക്ക് മേടിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ജിം ബോൾ. എങ്ങനെ സെലക്ട് ചെയ്യാം ജിം ബോൾ എന്ന് നോക്കാം. നമ്മൾ ബോളിലിരിക്കുമ്പോൾ നമ്മുടെ തൈസ് ഫ്ലോറുമായിട്ട് പാരലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാൽപാദം ഫ്ലോറിൽ ഫ്ലാറ്റായിട്ട് വയ്ക്കാൻ പറ്റണം. ജിം ബോളിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബോൾ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആയവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ നീങ്ങിപ്പോയാൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരുന്നതിന് ശേഷം ജെൻറ്റിലായിട്ട് ബൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടാതെ നമുക്ക് ഹിപ്സ് ലെഫ്റ്റ് റൈറ്റ് മുന്നോട്ട് പുറകോട്ട് അങ്ങോട്ടും നീക്കി എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ബേബി ജനിച്ചു കഴിഞ്ഞാലും ജിംബോൾ നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിർത്താതെ കരയുന്ന ബേബികളെ സമാധാനിപ്പിക്കാൻ ബേബിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പയ്യെ ഇതുപോലെ ബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേബിക്ക് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം തന്നെ ബേബി കരച്ചിൽ നിർത്തും. താങ്ക്സ് ഫോർ വാച്ചിങ്.